ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ട്രിപ്പിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ഒരു തടാകമാണ്. അതിൽ നമ്മൾ ആ ബോട്ടിൽ കയറി, നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് ആ ഒരു ബോട്ടിൽ കയറി. അതിലൊരു ചേട്ടൻ ബോട്ട് തുഴയാനുണ്ട്. ആ ഒരു തടാകത്തിൽ 100 മുതലകളുണ്ട്. പിന്നെ അവിടെ പക്ഷികളുണ്ട്, വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന പക്ഷികളുണ്ട്. നമുക്ക് കുറേ ഒന്നും അങ്ങനെ എടുക്കാൻ, എനിക്ക് പിന്നെ വെള്ളം പേടിയായതുകൊണ്ട് കുറച്ചൊക്കെ ക്യാമറയിൽ എടുത്തു. എന്നിരുന്നാൽ കൂടി നല്ല ധൈര്യം ഉള്ളത് കൊണ്ട് പിന്നെ കുറെ പേടിയൊക്കെ. ഈ ഒരു ഒറ്റ ചേട്ടനാണേ അത് കൊണ്ടുപോകണം നമ്മളതിനെ. അതില് മുതലുണ്ട്. പക്ഷെ നമ്മളെ കടിക്കില്ല അല്ലെങ്കിൽ നമ്മൾ മിണുങ്ങില്ല എന്നൊക്കെയാ പറഞ്ഞ അയാള്. കാരണം ആ വെള്ളത്തിന്റെ തുഴയണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മുതല അങ്ങോട്ട് അടുക്കില്ല എന്ന് പറയുന്നു. അവിടെ പക്ഷികളാണ് അവരുടെ ഫുഡ്, അല്ലാതെ വേറൊരു ഫുഡൊന്നും ഇല്ല ആ സ്ഥലത്ത്. ആരും ഫുഡ് കൊണ്ടൊന്നും കൊടുക്കണമില്ല. നല്ലൊരു എൻജോയ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറെ പക്ഷികളെയൊക്കെ കണ്ടു. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോന്റെ നെക്സ്റ്റ് ഇടാട്ടോ. ഞങ്ങളപ്പോ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടാ. ഇത് ബോട്ടിംഗ് ആണ്. അത് ഈ പക്ഷി സങ്കേത കേന്ദ്രം. ഈ ഒരു ബോട്ടിൽ പോയി കഴിഞ്ഞാല് കേന്ദ്രം അവിടേക്കാണ് ഞങ്ങൾ പോണത്. അപ്പൊ ബാക്കിയുള്ളത് അവിടെ ശരിയാണ്. എല്ലാവരും ഇവിടെ കട്ട വെയിറ്റിംഗ് കേട്ടോ. നിറച്ച് നല്ല തിരക്കുണ്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര ഹായ്. അപ്പൊ ഞങ്ങള് ഫുൾ സെറ്റപ്പ് ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകട്ടെ. നിറച്ച് മുതലകളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ സെക്യൂരിറ്റി ആയിട്ടാണ്, സേഫ്റ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. വിജയിച്ച് ഗ്രില്ലില്ല. അപ്പൊ ഇവിടെ ഞങ്ങള് നിറച്ച് പക്ഷികളിലെയും മുതലകളിലൊക്കെ കാണാൻ പോകട്ടെ. മുതലാന്നില്ല ഞാൻ പറഞ്ഞു. മുതല വരുമ്പോഴും ഞാനിവിടെ ജീവഭാരത പോരാട്ടത്തിൽ കളിക്കുമ്പോഴാണോ നൂറെണ്ണത്തിനേക്കാളും മേലെ ഉണ്ടെന്ന് അതിന്റെ ഉള്ളില്. മാക്സ് 5 മണിക്ക് പോട്ടെ. അപ്പൊ പൊക്കോ നോക്കിയാ മറ്റേ വെയിലുണ്ടായി